ഓം സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര. നമസ്കാരം സജ്ജനങ്ങളെ. ഇന്ന് നാം വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് വന്നിരിക്കുകയാണ്. നമ്മിൽ പലർക്കും ആത്മീയമായ ഉണർവും ഉന്മേഷവും പുതിയ ഉൾക്കാഴ്ചകളും ഈ ലൈവ് പരിപാടിയിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നു. എല്ലാ പരിപാടിക്കും ഉള്ളതുപോലെ തന്നെ ഇതിനും വിമർശകരുണ്ടായിരിക്കാം. പക്ഷേ ഏറിയ കൂറും നമ്മുടെ പരിപാടിയെ അനുമോദിക്കുന്ന സജ്ജനങ്ങളാണ്. അതുതന്നെയാണ് ഈ പരിപാടി തുടർന്നു പോകാനുള്ള നമ്മുടെ ഊർജവും. ഇന്ന് നമ്മൾ ഗീതയിലെ അർജുനൻ്റെ അർത്ഥവാദങ്ങളിലേക്ക് കടക്കുകയാണ്. അർജുനൻ തുടങ്ങി വെച്ചു, ഞാൻ എന്തുകൊണ്ട് ഇവരെ ഒന്നും കൊല്ലുവാൻ ഇച്ഛിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കാരണം അവർ എൻ്റെ ബന്ധുക്കളാണ്, അവർക്ക് സുഖമുണ്ടാവാനാണ് യുദ്ധം ചെയ്യുന്നതും രാജ്യം നേടുന്നതും. അവരെ കൊന്നിട്ട് പിന്നെ രാജ്യം നേടിയിട്ട് എന്ത് സുഖം, എന്ത് കാര്യം എന്ന ചോദ്യം അർജുനൻ ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അർജുനൻ്റെ അടുത്ത വാദം എന്താണെന്ന് നോക്കാം. നിഹത്യ ധാർത്തരാഷ്ട്രാൻ നഃ കാ പ്രീതിഃ സ്യാദ്ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാനാതതായിനഃ. ഹേ ജനാർദ്ദന, ജനങ്ങളെ കർമ്മഫലം നൽകി ശിക്ഷിക്കുന്നവൻ എന്നും കർമ്മഫലത്തിൽ നിന്ന് രക്ഷിക്കുന്നവനെന്നും അർത്ഥമുണ്ട് ജനാർദ്ദനന്. ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതുകൊണ്ട് ജനാർദ്ദനൻ എന്ന പേര്, ജനങ്ങൾക്ക് കർമ്മഫലം നൽകി അവരെ ശിക്ഷിക്കുന്നത് കൊണ്ടും ജനാർദ്ദനൻ എന്ന പേര്. ഹേ ജനാർദ്ദന, ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്രപുത്രന്മാരെ നിഹത്യ കൊന്നിട്ട് നഹ് ഞങ്ങൾക്ക് കാ പ്രീതി സ്യാത് എന്ത് സന്തോഷമുണ്ടാവാൻ പോകുന്നു. ധൃതരാഷ്ട്രരുടെ പുത്രരെ കൗരവരെ കൊന്നിട്ട് നമുക്ക് എന്ത് സുഖമുണ്ടാവാൻ പോകുന്നു കൃഷ്ണ. ചോദ്യമാണ്, ഗാന്ധിജിയുടെ വാദങ്ങളാണ്. ബ്രിട്ടീഷുകാർ നമ്മോട് തോക്കുകൊണ്ട് വെടിവെക്കുമ്പോൾ, ജാലിയൻ വാലാബാഗിനകത്ത് കയറ്റി കൂട്ടക്കുരുതി നടത്തുമ്പോൾ നമ്മൾ അവരോട് മിണ്ടാതിരുന്നാൽ പോരെ, രഘുപതി രാഘവ രാജാറാം പാടിയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നല്ല രസമുണ്ട് നിങ്ങളെ വെടിവെക്കാനെന്ന്. എല്ലാത്തിനും വെടികൊണ്ട് ചത്തു. ഒരു നേതാവിന് അഹിംസ എന്ന രോഗം ബാധിച്ചാൽ, അഹിംസ പരമമായ വ്രതമാണ് ആർക്ക്? സന്യാസിക്ക്. ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേഷനിലും ഓരോ വ്രതമുണ്ട്. സന്യാസി മാത്രം പാലിക്കേണ്ടുന്ന വ്രതമാണ് അഹിംസ.
ആ സന്യാസി പാലിക്കേണ്ടുന്ന വ്രതത്തെ ഗൃഹസ്ഥന മേലെ അടിച്ചേൽപ്പിച്ച് രാഷ്ട്രത്തിൻ്റെ ചേതനയെ, രാഷ്ട്രത്തിൻ്റെ പ്രതിഷേധങ്ങൾ കെടുത്തിക്കളഞ്ഞു ഗാന്ധിജിയുടെ സിദ്ധാന്തം. തെറ്റായ സ്ഥലത്ത് അഹിംസ പ്രചരിപ്പിക്കരുത്. പലിശക്കാരനായ ഒരാൾ കത്തി കാട്ടി പലിശ പിരിക്കുമ്പോൾ പലിശക്കാരൻ്റെ കൂട്ടാളികൾ ഇരയെ പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ കുത്താൻ എളുപ്പമുണ്ട്, മറ്റേയാൾക്ക് കത്തി കൊണ്ട് കുത്താൻ എളുപ്പമുണ്ട്. ഇതുപോലെ നല്ല വീരന്മാരായ ശിവാജി മഹാരാജ്, ഛത്രപതി ശിവാജി മഹാരാജ്, അതുപോലെ റാണ പ്രതാപ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ മഹാന്മാരായ ശൂരന്മാരുടെ, വീരന്മാരുടെ, സുബ്രഹ്മണ്യ ഭാരതിയാരെ പോലുള്ള ശൂരന്മാരുടെയൊക്കെ നാടാണ് ഭാരതം, ആയിരുന്നു ഭാരതം. അതിൻ്റെ പ്രതികരണശേഷി നശിപ്പിച്ച് അഹിംസയെന്ന ഒരു വ്യാജ സിദ്ധാന്തം, ഒട്ടും ചേരാത്ത ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന്, സ്വാതന്ത്ര്യേച്ഛയ്ക്കൊന്നും ഒട്ടും ചേരാത്ത ഒരു വ്യാജ സിദ്ധാന്തത്തെ, ഒരു വ്യാജ മൂല്യത്തെ ജനതയിലാകെ അടിച്ചേൽപ്പിച്ച് ജനതയെ മുഴുവൻ ഷണ്ഡവത്കരിക്കുകയാണ് ഗാന്ധിജി ചെയ്തത്. ആ മഹാപാപത്തിൻ്റെ കറ കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഹിന്ദുക്കൾ ഇനിയും തല്ലുകൊണ്ട് ചാവും. ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാതെ. ഇവിടെ പറയുന്ന ശ്ലോകം, അർജുനൻ്റെ വാക്യങ്ങൾ അതാണ്. ബുദ്ധമതത്തിൻ്റെ സംഭാവനയാണ് അഹിംസ എന്ന ചിന്ത. അഹിംസ ഭാരതമാണ്, വളരെ പഴയ സിദ്ധാന്തമാണ്. പക്ഷേ അത് സന്യാസിക്ക് മാത്രമുള്ളതാണ്. സഹനം സർവ്വദുഃഖാനാം അപ്രതീകാരപൂർവകം എന്ന തിതിക്ഷയുടെ ആദർശം സന്യാസിയുടേതാണ്. എന്നാൽ ഗാന്ധിജി പറഞ്ഞുണ്ടാക്കിയ അഹിംസ എന്ന് പറയുന്നത് ജൈനൻ്റെയും ബൗദ്ധൻ്റെയുമാണ്. അത് ഹിന്ദുവിൻ്റേതല്ല. ഹിന്ദുവിൻ്റെ ഗുരു ശ്രീകൃഷ്ണ പരമാത്മാവാണ്. പഴയ പ്രമാണം, മഹാഭാരത കാലഘട്ടത്തിലെ പ്രമാണം എന്താണെന്ന് പരിശോധിക്കാം. ഇവിടെ അർജുനൻ പറയുകയാണ്, ദുര്യോധനാദികളെ കൊന്നിട്ട് നമുക്ക് എന്തു കിട്ടാനാണ് കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. സ്വന്തം ഭാര്യയെ സഭയിലിട്ട് തുണി വലിച്ചൂരിയതൊന്നും ഈ വിഡ്ഢിക്ക് ഓർമ്മയില്ല. സ്വന്തം ഭാര്യയെ കളിയാക്കി ചിരിച്ചത് ഓർമ്മയില്ല. സ്വന്തം ഭാര്യയെ നോക്കി തുടയിലടിച്ചു കാണിച്ച ദുര്യോധനനെ ഓർമ്മയില്ല. സൂചി കുത്താൻ പോലും ഇടം തരാതെ നാട്ടിൽ നിന്ന് ഓടിച്ച് കാട്ടിലേക്ക് പായിച്ചത് 28 വർഷമാണ്. ജീവിതത്തിൻ്റെ നല്ല ഭാഗ്യമുള്ള സമയം മുഴുവൻ കാട്ടിൽ കഴിഞ്ഞ് ഒളിഞ്ഞു കഴിഞ്ഞ് ഭീരുക്കളെപ്പോലെ ഇരുന്നത് ഓർമ്മയില്ല. ആ ദുര്യോധനനോട് പൊറുക്കണമെന്നാണ് ഇപ്പോൾ പറയുന്ന അർജുനൻ. ബ്രിട്ടീഷുകാരൻ നമ്മോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം അവൻ്റെ ഭൗതികമായ ഭരണമായിരുന്നില്ല, മറിച്ച് അവൻ പണവും ചെലവും കൊടുത്ത് ഓക്സ്ഫോർഡിലും മറ്റും ചെയറുകൾ സൃഷ്ടിച്ച് ഹിന്ദുധർമ്മത്തിൻ്റെ സ്മൃതി ഗ്രന്ഥങ്ങളെയും മറ്റും സംസ്കൃത പണ്ഡിതന്മാരെ കൊണ്ട് ഓരോന്നെഴുതി തിരികെ ചേർത്ത് ഹിന്ദുക്കളെ സ്വയം അപമാനിച്ചു. നമ്മുടെ പൈതൃകത്തിൽ അഭിമാനിക്കാൻ ഒന്നുമില്ലെന്ന് നമ്മോട് തന്നെ അവർ പറഞ്ഞു. ഇതിൽ ഓരോന്ന് തിരികെ ചേർത്തതിന് ശേഷം അങ്ങനെയാണ് ജോസഫ് ബോർഡൻ എന്ന ബ്രിട്ടീഷ് സൈനികൻ തൻ്റെ സ്വത്ത് മുഴുവൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് എഴുതി വെച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു ബോർഡൻ ചെയർ, ജോസഫ് ബോർഡൻ്റെ പേരിലുള്ള ബോർഡൻ ചെയർ തുടങ്ങണം. ആ ചെയറിൻ്റെ ഉദ്ദേശം നല്ല സംസ്കൃത പണ്ഡിതന്മാരെ സ്വദേശികളായും വിദേശികളായും സൃഷ്ടിച്ചിട്ട് ഹിന്ദുക്കൾക്ക് ബൈബിളിൻ്റെ മഹത്വം മനസ്സിലാവും വിധം അവരുടെ സ്വന്തം പൈതൃകത്തിൽ അവർക്ക് പുച്ഛം തോന്നണം, പൈതൃക നിരാസം തോന്നണം. അതിനുവേണ്ടി വേണ്ടുന്ന കാര്യങ്ങൾ എഴുതി ചേർക്കുവാനും ദുർവ്യാഖ്യാനം ചെയ്ത് കൊടുക്കുവാനും വേണ്ടി തന്നെയാണ് ബോർഡൻ ചെയർ സ്ഥാപിച്ചത്. നമ്മുടെ പണ്ഡിതന്മാരാവട്ടെ സരസ കവിതകളും സ്ത്രീകളുടെ നിതംബവും വർണ്ണിച്ച് വെറ്റിലയും ചവച്ച് ഉമ്മറത്തിരുന്നു. ഒരു സംസ്കാരത്തിൻ്റെ തൂണുകൾ മുഴുവൻ തകർന്നടിയുമ്പോൾ, മേൽപ്പുര പൊത്തുമ്പോൾ ഇവിടെയുള്ള പണ്ഡിതന്മാർ നല്ലവണ്ണം വെറ്റിലയൊക്കെ ചവച്ച് പെണ്ണുങ്ങളെയും വർണ്ണിച്ചുകൊണ്ട് ഇരുന്നു, ലോലന്മാരായിരുന്നു. അതിൻ്റെ ഫലമാണ് ഇന്നും നമ്മൾ അനുഭവിക്കുന്നത്. പലതും വ്യാഖ്യാനിക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അത് വ്യാജമായ പ്രക്ഷിപ്തങ്ങളാണ്. ആ പ്രക്ഷിപ്തങ്ങൾ എഴുതി ചേർത്തത് ഈ ബ്രിട്ടീഷുകാരൻ്റെ കുബുദ്ധിയാണ്. അവൻ്റെ ക്രിസ്തീയ മതത്തെ എല്ലാറ്റിലും മികച്ചതെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കുത്സിത ശ്രമമാണ്. അതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ശ്രീ ശങ്കര ജയന്തിക്ക് ഞാൻ പറഞ്ഞത്. ആചാര്യസ്വാമികളുടെ ജന്മദിനം BC 509 സമാധി BC 477. ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നത് പോലെ AD 788 അല്ല. ക്രിസ്തുവിന് മുൻപാണ് ആചാര്യസ്വാമികളുടെ ജന്മവും കർമ്മവും.
ഇങ്ങനെ ചെറുതെന്ന് തോന്നുന്ന പലതിലും നമ്മെ ഇവർ പറ്റിച്ചിട്ടുണ്ട്. ഇവർ വിഷം ചേർത്തിട്ടുണ്ട്. ഇവർ വ്യാജ സിദ്ധാന്തങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഒരു ഝാൻസി റാണിയെപ്പറ്റി പറയുമ്പോൾ അഭിമാനപുളകിതമാവുന്ന നമുക്ക് ഒരു വ്യാജ ബിംബത്തെ എടുത്ത് രാഷ്ട്രപിതാവാക്കി വെക്കേണ്ടി വന്നു എന്നതിൽ എനിക്ക് വ്യക്തിപരമായി ഖേദമുണ്ട്. കാരണം അഹിംസ എന്നത് ഒരിക്കലും ഒരു സ്വാതന്ത്ര്യേച്ഛയുള്ള ഒരു വ്യക്തിയുടെ സിദ്ധാന്തമേ അല്ല. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനെങ്കിലും സ്വത്വം സംരക്ഷിക്കാനെങ്കിലും ആയുധമെടുക്കാൻ അനുവാദം കൊടുക്കാമായിരുന്നു. അത് ചെയ്തില്ല. തല്ലുകൊണ്ട് ഹിന്ദു ചത്തു. അവർക്ക് ഭീരുക്കളായി മാറി. ഭീരുത്വം നമ്മുടെ ശിരകളിൽ കട്ട പിടിച്ചു കിടക്കുന്നു. ഗാന്ധിജി കുത്തിവെച്ച ആസൂത്രിതമായി ബൗദ്ധമതത്തിൻ്റെ സിദ്ധാന്തത്തെ കൊണ്ടുവന്ന് കുത്തിവെച്ച ക്രിസ്തീയ മതത്തിൻ്റെ സിദ്ധാന്തത്തെ കൊണ്ടുപോയി ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിക്കണമെന്ന സിദ്ധാന്തത്തെ ക്രിസ്ത്യാനി പോലും വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ക്രിസ്തീയ സാമ്രാജ്യമായ ബ്രിട്ടീഷ് സാമ്രാജ്യം തോക്കിൻകുഴലിലൂടെ ലോകം മുഴുവൻ ഭരണം പിടിച്ചെടുത്തത്. അവർ പോലും അവരുടെ സിദ്ധാന്തത്തിൽ, അഹിംസാ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നില്ല. മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. ഇവിടെ സ്വന്തം മണ്ണ് സംരക്ഷിക്കാൻ പോലും തടിമിടുക്ക് കാണിക്കാതെ തല്ലുകൊണ്ട് ചാവാൻ പറഞ്ഞ നേതാക്കന്മാർ തന്നെയാണ് നമ്മുടെ ശാപം. ഇവിടെ ഈ വാദം, അർജുനൻ്റെ ഈ വാദം കേൾക്കുമ്പോൾ അറിയാതെ കാർക്കിച്ചു തുപ്പാൻ തോന്നും. തൻ്റെ ഭാര്യയെ നടുത്തളത്തിലിട്ട് അവഹേളിച്ചവന്മാരോട് പൊറുക്കണമെന്ന് പറയുന്ന ഒരു അർജുനനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിഹത്യ ധാർത്തരാഷ്ട്ര നഃ കാ പ്രീതി സ്യാദ് ജനാർദ്ദന. ജനാർദ്ദന, ഹേ കൃഷ്ണ, ഈ ധാർത്തരാഷ്ട്രന്മാർ അധർമ്മികളാണെങ്കിലും അവരെ കൊന്നിട്ട് നമുക്ക് എന്ത് സുഖമാണ് കിട്ടാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഇതിലും വിഡ്ഢിത്തം നിറഞ്ഞ മറ്റൊരു വാക്യം ലോകത്താർക്കും പറയാൻ സാധിക്കില്ല. മാത്രവുമല്ല, നോക്കൂ, പാപമേവാശ്രയേദസ്മാൻ. ഇവരെയൊക്കെ കൊന്നാൽ നമുക്ക് വലിയ പാപം വരും എന്ന് പറയണം അർജുനൻ. അർജുനൻ പറയണം, അയ്യോ നമുക്ക് ഇവരെ കൊന്നിട്ട് ഒരു ഗുണമില്ല, ഇവരെ കൊന്നാൽ പാപം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ചില ആൾക്കാർ പറയണ പോലെയാണ്, അയ്യോ നമ്മളിപ്പോൾ തിരിച്ചടിച്ചാലേ നമ്മുടെ സർക്കാരിന് ചീത്തപ്പേര് വരും, നമ്മളിപ്പോൾ വല്ലതും പറഞ്ഞാലേ നമുക്ക് ചീത്തപ്പേര് വരും, അയ്യോ നമ്മളവരെ എത്ര അധർമ്മം ചെയ്താലും സഹിച്ചാൽ മതി, ഗാന്ധിസമാണ് വേണ്ടത്. നട്ടല്ലൂരി വല്ലവൻ്റെയും മുമ്പിൽ പണയം വെച്ച് കാശും വാങ്ങി സുഖമായി ജീവിക്കുന്നു. ചിലയിടത്ത് നൂറിച്ചിരിക്കുന്നു. അവർ മരിച്ചാലെന്താ? നമ്മൾ വളർന്നില്ലേ? നമ്മൾ പണമുണ്ടാക്കിയില്ലേ? ഇതൊക്കെ ഈ അർജുനനിൽ നിന്നുള്ള അർജുന സിൻഡ്രോമാണ്, ഭീരുവിൻ്റെ സിദ്ധാന്തമാണ്. ഇത് നമ്മുടെ സിരയിൽ കട്ട പിടിച്ച് കിടക്കുകയാണ്. ഓർക്കണം, ഇവിടെ അർജുനൻ പറയുന്ന വാക്ക് അവർ ആതതായികളാണെങ്കിലും, അതാണ് പാപമേവ ആശ്രയേദസ്മാൻ ഹത്വേതാൻ ആതതായിന. അവർ ആതതായികളാണെങ്കിലും അവരെ കൊന്നാൽ നമുക്ക് പാപം വരില്ലേ കൃഷ്ണ? അതുകൊണ്ട് പാവങ്ങൾ അവർ പൊയ്ക്കോട്ടെ. ആതതായി, ആരാണ് ആതതായി? അഗ്നിദോ ഗരദശ്ചൈവ ശസ്ത്രപാണിർധനാപഹ ക്ഷേത്രധാരാപഹർത്താച്ച ഷഡേതാ ഹ്യാതതായിന. അഗ്നിദോ ഗരദശ്ചൈവ, വീടിനും സ്ഥലങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും തീ വയ്ക്കുന്നവൻ ബോംബിടുന്നവനുമാവാം, വെടിവെക്കുന്നവനുമാവാം. മഹാഭാരത കാലഘട്ടത്തിൽ അത് പറയേണ്ടതില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ലെന്ന് മാത്രം. തീ വയ്ക്കുന്നവൻ്റെ അർത്ഥം ബോംബിടുന്നവനാവാം, ചുട്ടിരിക്കുന്നവനാവാം, വെടിവെക്കുന്നവനാവാം. അഗ്നിദോ ഗരദശ്ചൈവ, വിഷം നൽകുന്നവൻ, ഭക്ഷണത്തിൽ വിഷം കലക്കുന്നവൻ, മായം കലർത്തുന്നവൻ, ആളുകളെ കൊല്ലണമെന്ന് ചിന്തിച്ച് വിഷമയമായ കാര്യങ്ങൾ. ഇപ്പോൾ ഈ കൊറോണയൊക്കെ എന്ന് പറഞ്ഞാൽ വിഷം തന്നെയാണ്. അതായത് ഒരു വൈറസിനെ ഉണ്ടാക്കി വിടുകയാണ് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി. അഗ്നിദോ ഗരദശ്ചൈവ ശസ്ത്രപാണിർധനാപഹ, ശസ്ത്രപാണി ആയുധമേന്തി വന്നു നമ്മെ കൊല്ലാൻ വരുന്നവൻ. ധനാപഹ, നമ്മുടെ ധനം അപഹരിച്ചു കൊണ്ടുപോകുന്നവൻ. ക്ഷേത്രധാരാപഹർത്താച്ച, ക്ഷേത്രം ഭൂമി, നമ്മുടെ സ്വന്തം ഭൂമിയെ തട്ടിക്കൊണ്ടുപോകുന്നവൻ, പല വിധേന തട്ടിക്കൊണ്ടുപോകുന്നവൻ. ഇന്ന് കേന്ദ്ര സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ, ഇതൊരു ചാലഞ്ചാണ്. കേന്ദ്ര സർക്കാർ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം 1947 ശേഷമെങ്കിലുമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭൂമി കയ്യേറ്റം പിടിച്ചെടുത്ത് ആ ഭൂമി ഹിന്ദുക്കൾക്ക്, ക്ഷേത്രങ്ങൾക്ക് പതിച്ചു നൽകുകയാണെങ്കിൽ ഹിന്ദുക്കൾ ഇന്നും ഇന്ത്യയിലെ ഒന്നാം തരം ധനികരായി മാറും. അത്രയ്ക്കധികം ഭൂമി കള്ളവും വ്യാജവും പ്രചരിപ്പിച്ച് തട്ടിയെടുത്തിട്ടുണ്ട്.
ക്ഷേത്രധാരാപഹർത്താച്ച, ദാരം ഭാര്യ, സ്വന്തം ഭാര്യയെ അപമാനിക്കുകയോ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്യുന്നവൻ, ഇങ്ങനെ 6 തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നവൻ ആതതായിയാണ്. അഗ്നിദോ ഗരദശ്ചൈവ ശസ്ത്രപാണിർധനാപഹ ക്ഷേത്രധാരാപഹർത്താച്ച ഇവരാണ് ഈ ഷഡേതേ ആതതായിനഃ. അഗ്നിദോ ഗരദശ്ചൈവ ശസ്ത്രപാണിർധനാപഹ ക്ഷേത്രധാരാപഹർത്താച്ച ഷഡേതോ ഹ്യാതതായിനഃ. ഈ 6 പേരാണ് ആതതായികൾ. ഷഡേതേ ഹ്യാതതായിനഃ. ഈ 6 പേരാണ് ആതതായികൾ. ഈ ആതതായികളെ എന്തു ചെയ്യണമെന്നാണ് മഹാഭാരതത്തിൻ്റെ കാലത്തെ നിയമം എന്ന് കേട്ടോളൂ. ഹിന്ദുക്കളെ, 2020 മെയ് 2-ാം തീയതിയിൽ ഇരിക്കുന്ന ഹിന്ദുക്കളെ കേട്ടോളൂ. 5000-ത്തിലധികം വർഷം മുമ്പുള്ള ഹിന്ദുവിൻ്റെ സിദ്ധാന്തം കേട്ടോളൂ. എന്താണ് ആതതായിയെ ചെയ്യേണ്ടത്? ആതതായിനമായാന്തം. എന്താണ് ആതതായി എന്താ ചെയ്യേണ്ടത്? ആതതായിനമായാന്തം ഹന്യാദേവ അവിചാരയൻ. ഈ 6 തരത്തിൽപ്പെട്ട ആളുകളെയും മുമ്പിൽ കണ്ടാൽ ഹന്യാദേവ അവിചാരയൻ, വേറൊരു ചിന്ത കൂടാതെ കൊന്നുകളയണമെന്ന് മഹാഭാരതത്തിൻ്റെ കാലത്തെ നിയമം പറയുന്നു. ഇന്ന് കേസെങ്കിലും കൊടുത്തൂടെ? ജനാധിപത്യ രാജ്യമല്ലേ, CBI കൊണ്ടത് അന്വേഷിപ്പിച്ചൂടെ? ശക്തമായ കേസ് കൊടുത്തൂടെ? നിയമക്കുരുക്കിൽ അവരെ പെടുത്തിക്കൂടെ? നിയമപരമായി അവരെ ശിക്ഷിച്ചുകൂടെ? നിയമപരമായി ഇവരെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൂടെ? അതിന് ശ്രമിച്ചൂടെ ജനാധിപത്യ രാജ്യത്ത്? അന്നത്തെ കാലത്തെ നിയമം എന്താണ്? ആതതായിനമായാന്തം ഹന്യാദേവ അവിചാരയൻ. അതാണ് നിയമം. ചിന്ത കൂടാതെ, ഒരു അല്പം പോലും ശങ്ക കൂടാതെ ഈ 6 തെറ്റുകൾ ചെയ്യുന്നവരെ കൊല്ലണമെന്നാണ് പറയുന്നത്. ന ആതതായി വധേ ദോഷം, ന ആതതായി വധേ ദോഷോ. എന്താണ്? ഈ ആതതായി വധത്തിൽ ദോഷമില്ല. ആതതായിയെ കൊന്നാൽ ദോഷമില്ലെന്നാണ്, പാപമില്ലെന്നാണ് നിയമം. ആരൊക്കെയാണ് ആതതായികൾ? ഒന്നുകൂടി പറയാം. അഗ്നിദോ ഗരദശ്ചൈവ, തീ വയ്ക്കുന്നവൻ. ഗരദശ്ചൈവ, വിഷം നൽകുന്നവൻ. ശസ്ത്രപാണി, ആയുധമേന്തി നമ്മെ കൊല്ലാൻ വരുന്നവൻ, ഉപദ്രവിക്കാൻ വരുന്നവൻ. ധനം അപഹരിക്കുന്നവൻ. ശസ്ത്രപാണി ധനാപഹ, ധനം അപഹരിക്കുന്നവൻ, പണം തട്ടിക്കൊണ്ടുപോകുന്നവൻ. പിന്നെയോ ക്ഷേത്രധാരാപഹർത്താച്ച, ക്ഷേത്രം ഭൂമി തട്ടിക്കൊണ്ടുപോകുന്നവൻ. ധാരം ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്നവൻ, അപമാനിക്കുന്നവൻ. ഇങ്ങനെ 6 പേർ ഇവർ കൊല്ലപ്പെടേണ്ടവരാണെന്നാണ് മഹാഭാരതത്തിൻ്റെ കാലഘട്ടത്തിലെ നിയമം. ഷഡേതേ ഹ്യാതതായിന, ഈ 6 പേരും ആതതായികളാണ്. അവരെന്തു ചെയ്യണം? ആതതായിനം ആയാന്തം ഹന്യാദേവ അവിചാരയൻ, ചിന്ത കൂടാതെ, അല്പം പോലും ശങ്ക കൂടാതെ ഈ 6 തരത്തിൽപ്പെട്ടവരെയും കൊല്ലണമെന്നാണ് മഹാഭാരതം പറയുന്നത്. ന ആതതായി വധേ ദോഷോ, ആതതായി വധത്തിൽ ദോഷമില്ല. ഹന്തുർഭവതി കശ്ചന, അവരെ കൊല്ലുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ്. ഇത് മനസ്സിലാക്കാത്ത ഹിന്ദു ഗാന്ധിസം തലയ്ക്ക് പിടിച്ചിട്ട്, ഗാന്ധി കച്ചവടം ചെയ്തത് 90% ക്രിസ്തുമതമായിരുന്നു, 10% ജൈനമതവും. ഇത് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ന്യായവാദം, അർത്ഥവാദം പറയുന്ന അർജുനന്മാരെ കൊണ്ട് പെരുകിയിരിക്കുന്നു നമ്മുടെ നാട് എന്ന് മനസ്സിലാക്കുക. അർജുനൻ്റെ ഈ അർത്ഥവാദങ്ങൾ കേൾക്കുമ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്ക് അതാണ് തോന്നുന്നത്. നാം നമ്മുടെ സ്വത്വം സംരക്ഷിച്ചില്ലെങ്കിൽ, നമ്മുടെ സ്ത്രീകളെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ, നമ്മുടെ ക്ഷേത്രഭൂമികൾ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ആര് സംരക്ഷിക്കുമെന്നാണ് കരുതുന്നത്? സ്വജനങ്ങളെ നമ്മൾ സംരക്ഷിക്കണ്ടേ? വല്ലവരും സംരക്ഷിക്കുമോ? അതാണോ ഉദ്ദേശിക്കുന്നത്? അർജുനനെ പോലെ അർത്ഥവാദം പറയാതിരിക്കുക. ആരെങ്കിലും അർജുനനെ പോലെ അർത്ഥവാദം പറയുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി പറയുക, എടോ, മഹാഭാരതത്തിൻ്റെ കാലത്ത് 5000 ആണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നിയമം എന്തായിരുന്നു? എന്താണ് ഹിന്ദുവിൻ്റെ നിയമം? നീ ബൗദ്ധൻ്റെ നിയമം പറയരുത്. നീ ഒരു കരണത്തടിച്ചാൽ മറുകരണമെന്ന് അടിക്കാൻ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതേ ആളുകൾ പീരങ്കിയും തോക്കും എടുത്തുകൊണ്ട് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുമ്പോൾ നീ അത് കണ്ടു നിന്നുകൊണ്ട് കരയരുത്. അവൻ വിശ്വസിക്കാത്ത അവൻ്റെ പ്രമാണം നിനക്കെന്തിനാണ്? ആതതായിന മായാന്തം ഹന്യാദേവ അവിചാരയൻ, ചിന്ത കൂടാതെ കൊല്ലണം ഈ 6 പേരെ എന്നാണ്. ആരൊക്കെയാണ് 6 പേർ? വീണ്ടും വീണ്ടും പറയുകയാണ്, ഹിന്ദുവിൻ്റെ മസ്തിഷ്കത്തിലൊന്ന് കയറട്ടെ. അഗ്നിദോ ഗരദശ്ചൈവ, തീ വയ്ക്കുന്നവൻ, വെടിയുണ്ട ഉതിർക്കുന്നവൻ, ബോംബിടുന്നവൻ.
വിഷം നൽകുന്നവൻ, മായമായിട്ടും അല്ലാതെയും വിഷം നൽകുന്നവൻ. ശസ്ത്രപാണി, ആയുധമേന്തിക്കൊണ്ട് നമ്മെ കൊല്ലാൻ വരുന്നവൻ, നമ്മോട് അടുക്കുന്നവൻ. ധനാപഹ, നമ്മുടെ ധനം അപഹരിച്ചു കൊണ്ടുവന്ന്, ഏനകേനാപി, ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ധനം അപഹരിക്കുന്നവൻ. ക്ഷേത്രധാരാപഹർത്താച്ച, ക്ഷേത്രം നമ്മുടെ ഭൂമി, നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സ്ത്രീജനങ്ങൾ, ഈ 6 തരം അവരെ അപഹരിക്കുന്നവർ, ഈ 6 കാര്യങ്ങൾ ചെയ്യുന്നവനെയാണ്. ഇത് മറന്ന ഹിന്ദു, മരിച്ച ഹിന്ദുവാണ്, മരവിച്ച ഹിന്ദുവാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നില്ല. ഗീത പഠിപ്പിക്കുന്നവരൊക്കെ ഒരു കരണം അടി കിട്ടിയാൽ മറുകരണം കാണിച്ചു കൊടുക്കാൻ പറയുകയാണ്. അതേക്കുറിച്ചൊരു തമാശ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ആഫ്രിക്കൻ ചേർച്ചിൽ ശേമൻ നടക്കുകയാണ്, മതപ്രവചനം. അതിൽ പള്ളിയിലച്ചൻ കയറി എന്ന് പറയുകയാണ്, ഒരു കരണത്തടിച്ചാൽ നീ മറുകരണം കാണിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് നിന്ന ഒരു സായിപ്പിന് സന്തോഷം തോന്നി. ഒരു കറുത്ത വർഗ്ഗക്കാരൻ പള്ളിയിലച്ഛനെ ഇടിക്കാനൊരു സമയം കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് കുർബാന കഴിഞ്ഞ് ഇറങ്ങി വന്ന അച്ഛൻ്റെ വലത്തെ കരണത്തെ ഒറ്റ അടിയാണ് സായിപ്പ്. അച്ഛനത് കൊണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്നു. ഇടത്തെ കരണം കാണിച്ചു കൊടുത്തു, അവിടെ ഒന്ന് കൊടുത്തു, അപ്പോഴും അച്ഛൻ ചിരിച്ചുകൊണ്ട് നിന്നു. മൂന്നാമത് ഇടിക്കാൻ വന്നപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് ഒരൊറ്റ ചവിട്ടിന് സായിപ്പിനെ താഴെ ഇട്ടു. സായിപ്പ് ഞെട്ടി എണീറ്റിട്ട് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് ഒരു കരണം അടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കരണം, എനിക്ക് 2 കരണമേ ഉള്ളൂ, മൂന്നാമത്തെ ഇടിക്ക് നിന്നെ താഴത്തിടാമല്ലോ എന്ന്. അവൻ്റെ പ്രമാണത്തിൽ അവൻ ലൂപ്പ് ഹോൾ കണ്ടെത്തുകയാണ് തിരിച്ചടിക്കാൻ. നമ്മളോ സുഖമാണിപ്പോൾ, നല്ലവണ്ണം പണം ഉണ്ടാവുന്നുണ്ട്. പല വലിയ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ പണം കൊടുത്ത് ഹിന്ദു എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് ഒരുപാട് പണവും സുഖവുമായി ജീവിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതിനൊക്കെ എവിടെയാണ് നേരം? അധികാരം, പണം. പറയുന്നവൻ തെറ്റുകാരനാ. പറയാൻ പാടില്ല അങ്ങനെയൊന്നും. ശ്രീകൃഷ്ണനോട് അർജുനൻ പറഞ്ഞ ദൗർബല്യത്തിൻ്റെ, അന്തസ്സില്ലായ്മയുടെ, നട്ടല്ലില്ലായ്മയുടെ, ആണത്തം കെട്ട ഷണ്ടത്വം നിറഞ്ഞ വാക്കുകളാണിത്. എന്താണ്? എൻ്റെ ഭാര്യയെ നടുത്തളത്തിട്ട് വലിച്ചു കീറാൻ നോക്കിയവർക്കെതിരെ ഞാൻ പൊറുക്കുകയാണെന്നാണ് അർജുനൻ പറയുന്നത്. കൃഷ്ണ, ഇത് തെറ്റാണ്, അവർ തെറ്റുകാരാണ്, പക്ഷെ എന്നാലും നമ്മൾ പൊറുക്കണ്ടേ? നമ്മുടെ അവസ്ഥ എവിടെയെന്ന് നോക്കൂ. മഹാഭാരതത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഹിന്ദു പുരോഗമിച്ചോ അതോ ഹിന്ദു അധപ്പതിച്ചോ എന്ന് സ്വയം ചോദിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഗീത പഠിക്കേണ്ടത് ശക്തന്മാരാണ്, ശക്തരാവാൻ വേണ്ടിയാണ്. ദൗർബല്യം വലിച്ചെറിയാനാണ് കൃഷ്ണൻ പഠിപ്പിച്ചത്. നമ്മുടെ ഗുരു, നമ്മുടെ പരമഗുരു ബുദ്ധനല്ല, ക്രിസ്തുവല്ല, ജൈനനായ മഹാവീരനല്ല. നമ്മുടെ ഗുരു ശ്രീകൃഷ്ണ പരമാത്മാവാണെന്ന് ഒരിക്കൽ കൂടി സൗമ്യമായും ശക്തമായും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നിർത്തട്ടെ. ഹര നമഃ പാർവതീ പതയേ, ഹര ഹര മഹാദേവ.